നമ്മൾ ഇന്നിവിടെ ആക്ച്വലി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രകാശിനെ പറ്റിയാണ്. പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, പലർക്കും അറിയുന്നുണ്ടാവില്ല. എന്നാൽ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നിവിൻ പോളിനെ അറിയാത്തവർ ആരാവുന്നത്? ഒറ്റയ്ക്ക് പടവട്ടി വന്നവരാണ് പാട്ടികളെ ഏത് മറക്കാൻ പറ്റും നമ്മുടെ നിവിൻ പോളി. അപ്പൊ നമ്മുടെ നിവിൻ പോളിയെ കുറിച്ച് അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞുകൂടാത്ത എന്നാൽ ഈസിലി ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിവിൻ പോളിയുടെ ആദ്യ സിനിമ എന്ന് പറയുന്ന മലർവാടി ആർട്സ് ക്ലബ് ആണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം, അല്ലെ? അപ്പൊ നിവിൻ പോളിയുടെ സിനിമയിലേക്കുള്ള ആ ഒരു കടന്നുകയറ്റം മലർവാടി ആർട്സ് ക്ലബിലൂടെ ആയിരുന്നെങ്കിലും അതിൽ ഒരുപാട് പിന്നാമ്പുറ കഥകളൂടെ ഉണ്ട്. അതായത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, വിനീത് ശ്രീനിവാസൻ ഈ പടം എടുക്കുമ്പോൾ അതിൽ ഓഡീഷന് വന്നൊരു മെമ്പർ മാത്രമായിരുന്നു നിവിൻ പോളി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ഓഡീഷനിൽ സെലക്ഷൻ കിട്ടിയിട്ടില്ല, റിജക്ട് ചെയ്യപ്പെട്ട ഒരാളാണ്. മലർവാടി ആർട്സ് ക്ലബിൽ നിന്നും റിജക്ട് ചെയ്യപ്പെട്ട ഒരു നടനായിരുന്നു നിവിൻ പോളി എന്നുള്ളത്. എന്നാൽ അതിലേക്ക് കാസ്റ്റ് ചെയ്ത ആക്ടർ ബാക്ക് ഓഫ് ചെയ്തപ്പോൾ പിന്നിലേക്ക് പോകേണ്ട വന്നപ്പോൾ അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ് ചോയ്സിൽ റീപ്ലേസ് ചെയ്യപ്പെട്ട ഒരാളാണ് നിവിൻ പോളി. ആ ഓഡീഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ആക്ടറിന് പകരമായിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം ഈ മലർവാടി ആർട്സ് ക്ലബ് എന്നൊരു സിനിമയിലേക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് അദ്ദേഹം തട്ടത്തിൻ മറയുന്ന ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറി പറഞ്ഞു. അദ്ദേഹം ഒറ്റ പോക്കായിരുന്നു ഇങ്ങോട്ട്. പിന്നെ ആക്ഷൻ ഹീറോ ബിജു അല്ലെങ്കിൽ പ്രേമോ ഒക്കെ തുടങ്ങിയ ഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം കയറി പോവുകയാണ് ഉണ്ടായത്, അല്ലെ? അപ്പൊ നിവിൻ പോളിയുടെ സിനിമ കരിയറിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പം ആലുവയിലാണ് നിവിൻ പോളിയുടെ ജനനം. ആലുവയിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ സ്വിറ്റ്സർലാൻഡിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. നല്ലൊരു ഫാമിലിയിൽ തന്നെയാണ് നിവിൻ ഉണ്ടായെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. അപ്പൊ നിവിന്റെ പഠനകാലം അല്ലെങ്കിൽ നിവിന്റെ ഒരു എന്താ പറയാ ഒരു അക്കാഡമിക്കൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം പഠിച്ചത് ഫിസാക്കിലാണ്. ഫിസാക്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള ഒരു വ്യക്തിയാണ് നിവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം ഈ ആക്ടിംഗ് കരിയർ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ആക്ടിംഗിലേക്ക് വന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇതേ കോളേജിൽ എഞ്ചിനീയറിംഗ് ഒപ്പം പഠിച്ച റിന്ന എന്ന അദ്ദേഹത്തിന്റെ എന്താ പറയാ സഹപാഠിയെ തന്നെയാണ് അദ്ദേഹം പ്രണയിച്ചതും അതിനുശേഷം വിവാഹം കഴിച്ചതും. ഇപ്പൊ ഒരു സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിവിൻ പോളിയുടെ ലവ് ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം ആഗ്രഹിച്ച പെൺകുട്ടീനെ തന്നെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എനിവേ, അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടുകൂടിയാണ് നിവിൻ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ മലർവാടി ആർട്സ് ക്ലബിൽ നമ്മൾ കണ്ട ഒരു നിവിനുണ്ട്. പേടിച്ച് വരണ്ട വിനീത് സാർ എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന ആ ഒരു നിവിൻ അല്ല ഇന്നത്തെ നിവിൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. മലർവാടിയിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ പടത്തിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ട് മറ്റൊരുവന് പകരം റീപ്ലേസ് ചെയ്യപ്പെട്ട നിവിൻ അവിടുന്ന് പിടിച്ചു കയറി വന്നിട്ടുള്ളത് ഇന്നിപ്പോ എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നിവിന്റെ ആ ഒരു യാത്ര എന്താ പറയാ ഭയങ്കര പോസിറ്റീവ് സൈഡ്സ് മാത്രം നിറഞ്ഞു എന്നുള്ള ഒരുപാട് ഫ്ലോപ്പുകളും അതിലുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പരാജയങ്ങളും അതിൽ എന്താ പറയാ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളോടെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നടൻ തന്നെയാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സമയത്തെ കുറച്ച് പടങ്ങളെല്ലാം വളരെ എന്താ പറയാ പരാജയമായിരുന്നു തിയേറ്ററിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ മോശമായി മാറിക്കൊണ്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി ഒരു നല്ലൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മലർവാടി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തട്ടത്തിൻ മറയത്ത് വന്നു. നല്ലൊരു ഹൈപ്പായിരുന്നു. അദ്ദേഹം കയറി അങ്ങ് പോയി. അതിനുശേഷം അദ്ദേഹം എന്താ പറയാ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജുവൊക്കെ അതിൽ ഏറ്റവും മികച്ച ഒരു ചിത്രമാണ്. അതേപോലെ പ്രേമം എടുക്കാനാണെങ്കിൽ നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പ്രേമത്തിൽ ആദ്യം കാസ്റ്റ് ചെയ്യുന്ന നിവിൻ പോളി അല്ല എന്നുള്ളത്. അൽഫോൺസ് പുത്രൻ ആദ്യം ആ സിനിമയിലേക്ക് നിവിന്റെ ക്യാരക്ടറായിട്ട് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് DQനെയാണ്, ദുൽഖറിനെ ആയിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതിന് പകരം ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് വീണ്ടും നിവിൻ അവിടേക്ക് കടന്നു വരുന്നത്. എഗൈൻ പിന്നുണ്ടായത് ചരിത്രമാണ്. നിവിൻ വന്നതോടുകൂടി ആ പടം മാറി മറിഞ്ഞ സംഭവം വേറെ ലെവലായിരുന്നു. നിവിന് പകരം വിളിക്കുന്നത് എനിക്ക് DQനെ ആ സ്ഥാനത്ത് പിക്ചറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും വണ്ടർഫുൾ ആയിട്ട് എക്സ്ട്രാordinary ആയിട്ട് നിവിൻ ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്ത കാര്യം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. നല്ല കാലിബർ ഉള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് നിവിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അധികം പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ടൊവിനോ തോമസ് ഇല്ലേ. ടൊവിനോ തോമസിന്റെ ഒരു അകന്ന ബന്ധുവാണ് നിവിൻ എന്നുള്ളത് മറ്റൊരു കാര്യം. അതങ്ങനെ അധികം പേർക്ക് അറിയത്തില്ല. ടൊവിനോയും നിവിനും റിലേറ്റീവ്സ് തന്നെയാണ്. ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. എവിടെയെങ്കിലും അവിടെയൊക്കെ ഒരു ബന്ധമുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. ഫാമിലി തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ നിവിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ എന്താണെങ്കിലും നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ പുതിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ റീസെന്റ് ആയിട്ട് റിലീസായ പടങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള പഴയ നിവിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അദ്ദേഹം എന്താ പറയാ അദ്ദേഹം കുറച്ച് ബൾക്കി ആയിട്ടുണ്ട്, കുറച്ച് ചപ്പി ആയിട്ടുണ്ട്, വണ്ണം വെച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് പുള്ളിയുടെ ആ പഴയ ആറ്റിറ്റ്യൂഡും മാനേഴ്സും ഒക്കെ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചമ്പി ലുക്കിലെ ആ ഒരു ചുള്ളൻ ആറ്റിറ്റ്യൂഡോടെ കയറി വന്നപ്പോഴേക്കും നല്ല രസമുണ്ട് കാണാൻ. സോ ഇനി അങ്ങോട്ടുള്ള നിവിൻ പോളിയുടെ കരിയർ അടിപൊളിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കൂടുതൽ ഇൻഫോർമേഷൻസിനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആക്ടേഴ്സിന്റെ ഇൻഫോർമേഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫോളോ ചെയ്യുക. ബൈ 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 ബൈ.